ഇപ്പോൾ SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് കൂടി ചേരുകയാണ്. സഞ്ജീവ്, ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പെടുന്ന CBSE സ്കൂളാണെങ്കിൽ പോലും ഈ കുട്ടികളെ സംബന്ധിച്ച് എല്ലാവരുടെയും റിസൾട്ട് വരുമ്പോൾ ഈ 38 വിദ്യാർത്ഥികളുടെ മാത്രം റിസൾട്ട് തടഞ്ഞു വച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങേറ്റം വിഷമമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. സഞ്ജീവ്, ഈ CBSE എന്ന സംവിധാനം തന്നെയും വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഏറെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു ബോർഡാണ്. സെക്കൻഡറി ബോർഡ് ഓഫ് നമ്മുടെ എഡ്യൂക്കേഷൻ ആണെങ്കിലും രാജ്യത്തെ സർക്കാരാണ് നിയന്ത്രിക്കുന്നതെങ്കിലും അതിന് വേണ്ട വിധത്തിലുള്ള ഒരു ബോഡിയോ അത് കൃത്യമായി വിദ്യാർത്ഥികളുടെ അക്കാദമിക് അഫയേഴ്സിലും മറ്റു കാര്യങ്ങളിലും ഒന്നും ഇടപെടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്തെ ഒട്ടനവധി CBSE സ്കൂളുകൾ അഫിലിയേറ്റഡ് ആണ് CBSE എങ്കിലും ആകെ CBSE നേരിട്ട് പരീക്ഷ നടത്തുന്നത് 10ഉം +2 പരീക്ഷകൾ മാത്രമാണ്. ആ പരീക്ഷകൾ നേരിട്ട് നടത്തുന്ന CBSEക്ക് പോലും കൃത്യമായി ഈ രേഖകളോ മറ്റ് അതിന്റെ പേപ്പർ വർക്ക്സോ കൃത്യമായി നടത്തി പൂർത്തീകരിക്കുന്നത് പലപ്പോഴും വീഴ്ച വരാറുണ്ട്. അതിൽ ഇപ്പോൾ 2 തരം പരീക്ഷകളാണ് അവർ നടത്താറ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്ന് ബോർഡ് എക്സാമും മറ്റൊന്ന് സ്കൂൾ എക്സാമും എന്ന നിലയിൽ വിദ്യാർത്ഥികൾക്ക് 2 വിധത്തിൽ എക്സാമിനെ നേരിടാം എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം 10ാം ക്ലാസ് ആണെങ്കിൽ അങ്ങനെ, +2 അല്ലെങ്കിൽ നേരെ ബോർഡ് എക്സാം എങ്ങനെയാണ് ആ ഘടന. ആ ഘടനയിൽ പോലും ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ആ ഫോർമാലിറ്റീസ് പലപ്പോഴും പൂർത്തീകരിക്കാറ് അതത് സ്കൂളുകളാണ്. ചില സ്കൂളുകൾക്ക് ആ സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള അനുവാദമില്ല. അത് നവോദയയിലോ കേന്ദ്രീയ വിദ്യാലയത്തിലോ മാറ്റി കൊണ്ടുപോയി കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കുന്ന സ്കൂളുകളുമുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പൂർണ്ണമായും വിദ്യാർത്ഥികൾക്ക് സൗഹൃദപരമായുള്ളതോ വിദ്യാർത്ഥി അനുകൂലമായിട്ടുള്ളതോ അല്ലെങ്കിൽ വിദ്യാർത്ഥി ക്ഷേമപരമായിട്ടുള്ള ഒരു ബോർഡേ അല്ല CBSE എന്നുള്ളത്. പലപ്പോഴും CBSE എന്ന പേരിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നതൊക്കെയും സ്വകാര്യ കോർപ്പറേറ്റ് കമ്പനികളുടെ ചില സിലബസുകൾ തീരുമാനിച്ചു കൊടുക്കുന്ന ടെക്സ്റ്റ് പുസ്തകങ്ങൾ അത് വെച്ചിട്ടാണ്. അപ്പോൾ ഈ തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ പല വിധത്തിൽ പല രൂപത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ മറ്റൊരു ഇരയാക്കപ്പെടാത്ത ചിന്മയ വിദ്യാലയത്തിൽ നമുക്ക് ഇടപെടാൻ കഴിയണം. ഒന്ന്, സംസ്ഥാന സർക്കാരിന് ഇടപെടുന്നതിൽ ഉണ്ടാകുന്ന ഒരു പരിമിതി ഇത് സെക്കൻഡറി ബോർഡാണ്, സെൻട്രൽ ബോർഡാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ആ സെൻട്രൽ ബോർഡ് എന്ന നിലയിൽ അവിടെ ഡൽഹിയിൽ നിന്നും അതിന്റെ റീജിയണൽ ഓഫീസ് ഒന്ന് ചെന്നൈയിലും ഒന്ന് തിരുവനന്തപുരത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ആ ഇടങ്ങളിൽ നിന്ന് അടിയന്തരമായി ഇടപെടലുണ്ടായി ഈ കുട്ടികൾക്ക് അതിന്റെ റിസൾട്ട് ലഭ്യമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറണം എന്നുള്ളതാണ്. ഇത് CBSEയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. അത് കുട്ടികൾ അനുഭവിക്കേണ്ടതില്ല. ഈ നിലയിൽ അധികൃതർക്കും ഉദ്യോഗസ്ഥർക്കും വരുന്ന വീഴ്ചകളൊക്കെയും അനുഭവിക്കേണ്ടവരായി വിദ്യാർത്ഥികളെ മാറ്റുന്നത് ഒരിക്കൽ പോലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. നന്ദി PS സഞ്ജീവ്.